You move like music, a gentle symphony. Graceful steps stand full certain mystery. Bottom, your eyes like diamonds. ഇന്ന് നമ്മളെ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാൻ പോവാണ്. കുള്ളബരി പോവാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ സോ യെസ്, അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നീ എക്സൈറ്റഡ് ആണോ ഫോർ ദ ഷൂട്ട്? അപ്പം നമ്മൾ രണ്ടുപേരും ഇന്ന് വൈറ്റ് ആണ്. അല്ല, ഇവൻ വൈറ്റ് അല്ല, ഇവൻ വേറൊരു കളറാണ്. സോ ഒരു ഫ്രോക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. കുറേ ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന ഒരു ഷൂട്ടാണ് കേട്ടോ. അതിൻ്റെ കഥകളൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പം ഞാൻ രാവിലെ എണീറ്റിട്ടേ ഉള്ളൂ. കുറച്ച് ലേറ്റ്, ഞാൻ കുറച്ചും കൂടി നേരത്തെ എണീക്കണമെന്ന് വിചാരിച്ചിരുന്നു. പോയി പല്ലൊക്കെ തേക്കട്ടെ, പല്ല് വെച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇന്നലെ പുറത്ത് പോയിട്ട് കുറച്ച് എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, വളരെ കുറച്ച്. അപ്പം അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സൊക്കെ നിങ്ങളൊന്ന് പോയിട്ട് കണ്ടിട്ട് വന്നോളൂ. അപ്പോഴത്തേക്ക് ഞാൻ പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാം. ഞാൻ ദെലൂൺ സെൻറ്ററിലേക്ക് പോവാണ് കേട്ടോ. അവൻ ഓൾറെഡി കുറച്ച് നേരത്തെ രാവിലെ തന്നെ പോയിട്ടുണ്ട്. രാവിലെ അല്ല, ഒരു 11 മണിയായപ്പം. ഇപ്പം സമയം 3:10 ഇൻ 5 minutes നമുക്കൊരു ബസ്സുണ്ട്. നാളെ ആണ് നമ്മുടെ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കുറേ കാലമായിട്ട് വിചാരിക്കണ ഒരു ഷൂട്ടായിരുന്നു. സോ അതിന് കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് പോണത്. അവൻ ആക്ച്വലി ഒരു ഷോർട്ടും ചെരുപ്പും വാങ്ങിക്കാൻ വേണ്ടി പോയത്. അത് കിട്ടി തോന്നുന്നു. എനിക്കങ്ങനെ ഒരുപാട് സാധനം വാങ്ങിക്കാനല്ല, കാരണം ഫ്രോക്ക് ഞാൻ ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. എനിക്ക് വാങ്ങേണ്ടത് ഒരു എന്തെങ്കിലും ഒരു ബണ്ടാന അങ്ങനത്തെ എന്തെങ്കിലും ഒരു സാധനം, ആൻഡ് പറ്റുകയാണെങ്കിൽ കുറച്ച് ജ്വല്ലറി ഐറ്റംസ് കൂടെ നോക്കണം. എന്താ വാങ്ങിയത്? വാങ്ങി. നല്ല രസമുണ്ടല്ലോ മുടി. ആ, ഇഷ്ടപ്പെട്ടു. ഹെയർ കട്ടൊക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. സോ നെക്സ്റ്റ് കാര്യം ഇസ് ലഞ്ച്. നമ്മളിപ്പം സർക്കിൾ കെയിൽ പോയി നോക്കാണ്. എന്തിനാണ്? കാർ വാങ്ങിക്കാൻ. കാറ് റെന്റ് ചെയ്യാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് നാളെ പോകാൻ വേണ്ടിയിട്ട്. നാളെ നമ്മൾ കുള്ളുപടിയാണ് പോണത്. അപ്പം നിങ്ങൾ അതിന്റെ ഇടയിലായിരിക്കും ഈ വീഡിയോ കാണുന്നത്. സോ നമ്മൾ പോയി നോക്കട്ടെ, ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ഹാഫ് ഡേ റെന്റ് എത്രയാണ്, പോയി നോക്കാം അല്ലേ? സോ ഞാൻ ചായ കുടിച്ച് വന്നു എന്ന് പറഞ്ഞാല് ജസ്റ്റ് 2 ബ്രെഡ് കഴിച്ച് വന്നു കേട്ടോ. ഇന്ന് സമയമില്ല, സമയമുണ്ട്. ഇപ്പൊ 9:10 ഉള്ളൂ. നമുക്ക് 2 മണി, ഉച്ചയ്ക്ക് 2 മണിക്ക് ഇറങ്ങിയാൽ മതി. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കുറെ അധികം കാര്യം ചെയ്യാനുണ്ട്. കാർ റെന്റിന് കിട്ടി. സോ അവനും ആൻസിയും കൂടെ കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് മാൽമോന്ന് കാർ എടുത്തിട്ട് വരും. ആ സമയം കൊണ്ട് എനിക്ക് മുടി ചെയ്ത് എന്റെ ബാക്കിൽ എനിക്ക് കുറച്ചൊന്ന് ഷേവ് ചെയ്യണം. കാരണം ഞാൻ സ്ലീവ്ലെസ് ആണ് എടുത്തത്. അപ്പം അത് ചെയ്യാനുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ മെല്ലെ പെട്ടെന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചു. മുടി ചെയ്ത് കഴിഞ്ഞ് മുടി ഒന്ന് കെട്ടി വെച്ചതിന് ശേഷം മേലെ എഴുതിയാൽ കുഴപ്പമില്ല. പിന്നെ മേലെ എഴുതിയതിന് ശേഷം മുടി കഴുകിയാൽ ചൂടെടുക്കും. അപ്പം ഞാൻ കഥ പറഞ്ഞു നിന്നാൽ മുടി ചെയ്ത് നടക്കില്ല. ഞാൻ ഒരു സോഫ്റ്റ് അല്ലെങ്കിൽ ലൂസ് കേൾസ് ചെയ്തിടാന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത്. സോ കുറേ സ്റ്റോറി ഇതിൽ പറയാനുണ്ട്. ഓൾസോ നിങ്ങൾ ഈ വീഡിയോ കാണാം. എന്തായാലും നെക്സ്റ്റ് ഒരു ജാനുവരിക്ക് ആയിട്ടായിരിക്കും. എപ്പോഴാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്യാമെന്ന് അറിയില്ല. എന്തായാലും ആയിരിക്കും, കാരണം ഞാൻ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ ഇതൊക്കെ പോസ്റ്റ് ചെയ്യുള്ളൂ. സോ യാ, അപ്പം ഞാൻ ഇന്നെന്തായാലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നല്ല ഫോട്ടോ ആയിരിക്കും കിട്ടാൻ ഞാൻ വിചാരിക്കണം. നല്ല ഫോട്ടോ ആണ് കിട്ടിയെന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ആ ഫോട്ടോസ് ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടുപോകും. ഞാൻ ഇവിടെ കൊടുക്കുകയും ചെയ്യാം. ഞങ്ങളുടെ സേവ് ദ ഡേറ്റ് ഷൂട്ട് ഓൾറെഡി ഒരു ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊരു സെക്കൻഡ് ഔട്ട്ഫിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളതായിരുന്നു. അതിന്റെ ഫോട്ടോസ് ഞാൻ ഇവിടെ കൊടുക്കാം. ഓൾസോ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളിപ്പം ഞാൻ ഇത് ചെയ്യുമ്പോഴത്തേക്ക് അത് പോയി കണ്ടു. ബ്യൂട്ടീഷ്യൻ അങ്ങനെ നമ്മൾ നമ്മുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. കറക്റ്റ് ഒരു 2 മണിക്കൂർ എടുത്തില്ല അല്ലേ? 8:20 ആയിട്ടുള്ളൂ. നമ്മൾ 7 മണി 7:15 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരു 1 hour മേ ബി ഒരു 70 minutes. അതിൻ്റെ ഉള്ളിൽ എത്ര ഫോട്ടോ കിട്ടിയെന്ന് അറിയില്ല. പക്ഷെ ആളെനിക്ക് ഗ്രാജുവേഷൻ്റെ ഫോട്ടോസ് എടുത്തോണ്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ട്. ഓൾസോ ഇതിപ്പം ഒരു ട്രയൽ പോലെയാണ്. ആക്ച്വൽ ഫോട്ടോഷൂട്ടിൻ്റെ ഇടയിലായിട്ട് നിങ്ങളിത് കാണുന്നത്. സോ
അതിനെന്തൊരു ട്രാവൽ. മുടിയൊക്കെ ചെയ്തു, കുളിക്കുകയും ചെയ്തു, ജസ്റ്റ് മേലി കഴുകി. ഇനിയിപ്പം കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ കഴുകിയെടുക്കട്ടെ കേട്ടോ. ഗ്രേപ്സ്, ചെറി, അവക സാധനങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ കാർ എടുക്കാൻ പോവാണ്. വന്നിട്ട് കാണാം. ഓക്കെ. ഇതാണ് നമ്മുടെ കാർ. അപ്പം ഞാൻ മെല്ലെ എൻ്റെ സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പം ഈ ക്യാമറയൊക്കെ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് ചെയ്ത് തീർക്കാം. ഞങ്ങൾ ആക്ച്വലി ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് അസ് എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. ഞങ്ങളല്ല, ഞാൻ അവൻ്റെ കൂടെ. പക്ഷേ നടക്കാന്ന് അറിയില്ലോ. എന്തായാലും അവൻ വരുമ്പോഴത്തേക്ക് ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് റെഡി ആയിട്ട് നിൽക്കാമെന്ന് വിചാരിക്കാം. ഈ കേക്ക് നമ്മൾ അവിടെ തിന്നു. എങ്ങോട്ട് പോവാ ഗൈസ്? നമ്മൾ സേവ് ദ ഡേറ്റ്സ് ആണ് ഗൈസ് ഇന്ന്. സോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോവാ. ഔട്ട്ഫിറ്റ് ചെക്ക് ആണോ? ഔട്ട്ഫിറ്റ് ചെക്ക് ആണോ? ഔട്ട്ഫിറ്റ് ചെക്ക് ഞാൻ കുറച്ച് ബാക്കി പോട്ടെ. 100 meters at the roundabout. Take the first exit onto Nora Ringen. ഡൽഹിന്ന് ഓൾമോസ്റ്റ് 1 hour ഉള്ളൂ കുളബരി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സ്ഥലത്തേക്ക്. ലാസ്റ്റ് സമ്മറിൽ ഞങ്ങളെല്ലാം കൂടെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് ഹൈക്കൊക്കെ ആയിട്ട് ഞാൻ ദേവികി, ശങ്കരേട്ടനും അമ്മനും എല്ലാവരും കൂടെ ജാഥയായിട്ട് നമ്മൾ പോകുന്നത്. You just imagine I'm invisible and do anything you want. Okay. So I'll capture like the. ആൻഡ് അത് തന്നെയായിരുന്നു എനിക്ക് വേണ്ടത്. നമ്മളെ ഫോട്ടോസ് നമ്മൾ അറിയാണ്ട് ഒരാൾ എടുക്കുന്ന പോലത്തെ കുറച്ച് ഫോട്ടോസ്. ആൻഡ് ഈ സ്ഥലം കുളബരി എത്തുന്നതിന് മുന്നേ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ദേവികേൻ്റെ കസിൻ ഇവിടെ ഉണ്ട്. അപ്പം ദേവികേൻ്റെ കസിനൊക്കെ വിസിറ്റ് ചെയ്തപ്പോൾ സ്റ്റോറി കണ്ടിട്ട് ഞാൻ ചോദിച്ചായിരുന്നു. അങ്ങനെ എനിക്ക് എൻ്റെ ലൊക്കേഷൻ പിന്നെ അയച്ചു തന്നിട്ടാണ് നമ്മൾ ഈ ഒരു ലാവൻഡർ പാടത്ത് എത്തിയത്. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് ഇപ്പം ഒരു ട്രെയിലിൻ്റെ എന്തെങ്ങാണ്ടാണ് നടക്കുകയാണ്. ഇത് കുറച്ച് ഓഷ്യൻ, കുറച്ച് പച്ചപ്പ് എല്ലാം കിട്ടുന്ന ഏതെങ്കിലും ഒരു വഴി ഉണ്ടോ എന്ന് തപ്പിയാണ് നമ്മളിപ്പോൾ പോണത്. നൈസ്. ഓക്കെ. ഞാനൊരു PDF കുറേ ഫോട്ടോ ഇൻസ്പോ ആയിട്ടാണ് ഇറങ്ങിയത്. എക്സാക്ട്ലി ഞാൻ മനസ്സിൽ വിചാരിച്ചത് പോലത്തെ ഒരു ലൊക്കേഷൻ നമുക്ക് കിട്ടി. ഓൾസോ സിന നമ്മളോട് പറഞ്ഞു എന്താ ചെയ്തോ, അവൾ നിർത്താണ്ട് ക്യാപ്ചർ ചെയ്തോളാം. ആൻഡ് ഞാൻ കണ്ടിട്ടുള്ളത് കാര്യം എന്താ പറയുക, ഈവൻ ദോ അവൾ അങ്ങനെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഒന്നും അല്ലെങ്കിലും ഒരുപാട് ഫോട്ടോസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. പക്ഷെ ക്ലിക്ക് ചെയ്യുന്ന ഒരു 5 എണ്ണോ 6 എണ്ണോ ആയിക്കോട്ടെ, അത് നല്ല രസമുണ്ടാവും. പിന്നെ എനിക്ക് ഭയങ്കര ആക്രാന്തമായിരുന്നു ഫോട്ടോസ് എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി. അപ്പം ഓരോ 5 സെറ്റ് ഫോട്ടോ എടുക്കുന്നതിനനുസരിച്ച് ഞാൻ ഓടി വന്നിട്ട് ഫോട്ടോസ് നോക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഓരോ ഫോട്ടോയും ഈവൻ റോ ഫോട്ടോസ് ക്യാമറയിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. സോ പിന്നെ നമ്മൾ കുറച്ച് പ്രോപ്പൊക്കെ ആയിട്ടാണല്ലോ പോയത്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ചധികം ഫോട്ടോസും ഒക്കെ എടുത്തു. ആൻഡ് നമ്മൾ ഈ ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിൽ അത്യാവശ്യം കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഫോട്ടോ ഷൂട്ടായിരുന്നു കേട്ടോ. കുറേ സേവ്സ് ഒക്കെ വന്നിട്ടുള്ളൊരു ഫോട്ടോ ഷൂട്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് വേറൊരു കഥ പറഞ്ഞുതരാം. എനിക്കിങ്ങനെ പുറത്തുനിന്ന് ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. ലുണ്ടെന്ന് തന്നെ, ലൈക്ക് സ്കോനി എന്ന് പറയുന്ന ലുണ്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു റീജന് പറയുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ഫോട്ടോ ഷൂട്ട് ചെയ്യണമെന്ന് പ്ലാൻ ഉള്ളത്. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ നോക്കിയിട്ട് എനിക്കൊരു ഫോട്ടോഗ്രാഫറെ കിട്ടി. ഞാൻ ആ ഫോട്ടോഗ്രാഫറെ കോൺടാക്ട് ചെയ്തു. ആൻഡ് ഇത് ഒരുപാട് മുന്നെയാണ്, ലാസ്റ്റ് നവംബറൊക്കെ തൊട്ടിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യുന്നു. അവർ പറയുന്നു നമുക്ക് ഡിസംബറിൽ എടുക്കാം, പിന്നെ അത് പോസ്റ്റ്പോൺ ചെയ്ത് ജാനുവരി ആക്കണം, ഫെബ്രുവരി ആക്കണം. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. ഒരുപാടല്ല, പക്ഷെ എന്നാലും ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ആൻഡ് ഫൈനലി പുള്ളിക്കാരി ഗോസ്റ്റ് ചെയ്യുന്നത് പോലെ നമ്മളെ ഗോസ്റ്റ് ചെയ്താൽ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു എനിക്ക്. കാരണം ഞാൻ എന്തായാലും ഫോട്ടോസ് എടുക്കണം എന്നൊക്കെ വിചാരിച്ച ഭയങ്കരമായിട്ട് മനസ്സിൽ ആശ ഇങ്ങനെ കൂടി നിൽക്കുന്ന സമയമാണ്. അങ്ങനെയാണ് ഒരു ദിവസം വളരെ റാൻഡമായിട്ട് എനിക്ക് തോന്നുന്നത് ഞാനൊന്ന് സിനാൻ്റെ മെസ്സേജ് അയച്ച് നോക്കിയാലോ. അതും എനിക്ക് തോന്നാനുള്ള റീസൺ എന്താ അറിയോ, എൻ്റെ ഗ്രാജുവേഷൻ്റെ അന്ന് ആൻസിക്ക് എക്സാം ആയിരുന്നു. ആൻസിക്ക് എൻ്റെ ഫോട്ടോസ് എടുക്കാൻ വരാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ഫോട്ടോ എടുക്കാൻ ഒരാൾ വേണം എന്നുള്ളതുകൊണ്ട് ഞാൻ സിനാൻ്റെ മെസ്സേജ് അയച്ചു. എന്നിട്ട് എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുത്ത് തരാമോ എന്ന്. അപ്പോൾ അവൾ യെസ് പറഞ്ഞു. ആൻഡ് അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്, അങ്ങനെയാണ് എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ കുറച്ച് ഫോട്ടോസും കൂടി എടുത്തു തരാൻ പറ്റുമെന്ന്. അങ്ങനെയാണ് ഈ ഒരു ഫോട്ടോഷൂട്ട് ഹാപ്പൻ ചെയ്യുന്നത്. അപ്പം ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിലും അതിലും നല്ല കാര്യങ്ങൾ ചിലപ്പം നടക്കുമായിരിക്കും. സോ നമ്മളെ ഫസ്റ്റ് ഷൂട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ മൊള്ളി സ്ഥലത്തേക്ക് പോവാണ്. അവിടെ പോയിട്ട് നമ്മൾ ബാക്കി ഫോട്ടോസ് എടുക്കും. എങ്ങോട്ട്? ചിലപ്പം ഈ ഒരു ഔട്ട്ഫിറ്റ് ഇടും. ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾ ചിലപ്പോൾ ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്യും. അതാണ് നമ്മൾ അടുത്ത പ്ലാൻ. സോ ലെറ്റ്സ് ഗോ. ഞാൻ സൺഗ്ലാസ് ചേഞ്ച് ചെയ്തിരിക്കണം രാത്രിയിൽ. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മളിപ്പോൾ ഒരു
ചായ കുടിക്കാനല്ല കാപ്പി കുടിക്കാനാണ് പോണത്. ചുളുവിൽ നമ്മൾ ആ കഫേയിൽ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കും. അതാണ് നമ്മളെ ഇന്നത്തെ അടുത്ത പ്ലാൻ. എടാ അടുത്ത ഷൂട്ടിന്റെ പ്രോപ്പാണ് അത്, കുടിച്ചു തീർക്കല്ലേ? ശരിയല്ലേ, എന്നാ പിന്നെ അവരോട് ഒരു കാലിക്കപ്പ് തരാൻ പറഞ്ഞാൽ പോരായിരുന്നു? പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തു കേട്ടോ. ഇത് ഞാൻ മെയിൻലി അങ്ങനെ സേവ് ദ ഡേറ്റ് ആയിട്ട് എടുക്കുന്ന ഷൂട്ടൊന്നും അല്ല, ജസ്റ്റ് തേർഡ് ഒരു ഔട്ട്ഫിറ്റ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്താൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാലോ എന്ന് ഓർത്തിട്ടാണ് ഈ ഫോട്ടോസ് എടുക്കുന്നത്. ഞങ്ങൾക്ക് ആർക്കും ഐസ്ക്രീം തരാണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കണം. കണ്ടോ അതൊന്നും ഇത്. സോ നമ്മൾ ഇന്നത്തെ ഷൂട്ട് കഴിഞ്ഞു. സേവ് ദ ഡേറ്റ് മെയിൻ ഡേ ആയിരുന്നു ഇന്ന്. പക്ഷേ ഇന്ന് നമ്മൾ 2 ഔട്ട്ഫിറ്റ് ഇട്ടു. പക്ഷേ ഇത് ഞാൻ അങ്ങനെ സേവ് ദ ഡേറ്റ് കഴിഞ്ഞിട്ട് വേണ്ടിയിട്ടല്ല കേട്ടോ, എനിക്ക് ചുമ്മാ ഇൻസ്റ്റയിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. 3 ഔട്ട്ഫിറ്റ്സിലുള്ള ഫോട്ടോസ് നമ്മൾ എടുത്തു. അന്ന് 1 എണ്ണം, ഇന്ന് 2 എണ്ണം. സോ ഞാൻ ആക്ച്വലി ഹാപ്പിയാണ്. പക്ഷെ ഇന്നത്തെ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷെ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു സേവ് ദ ഡേറ്റ്? സൂപ്പർ ആയിരുന്നു, വെരി സക്സസ്ഫുൾ. നമുക്ക് മഴ പെയ്യുന്നു വിചാരിച്ചു, പെയ്തില്ല. കാർ ഇന്നലെ കിട്ടില്ല വിചാരിച്ചു, കിട്ടി. പിന്നെ എനിക്കൊന്ന് കണ്ട ഓൾമോസ്റ്റ് മൂഡ് ബോർഡിലുള്ള എല്ലാം കിട്ടി. അതാണ് ഞാനൊരു മൂഡ് ബോർഡൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഓവർ പ്ലാനൊക്കെ ചെയ്തിട്ടാണ് പോയത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. ആൻഡ് ഇതിപ്പം കഴിയുമ്പം പറയാമെന്ന് വിചാരിച്ചു. ഞാൻ കല്യാണം ഉറപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ കല്യാണത്തിനെ പറ്റി ആലോചിക്കുമ്പോഴോ ഒന്നും വിചാരിച്ചില്ല സേവ് ദ ഡേറ്റ് പുറത്തുനിന്നായിരിക്കും എടുക്കുക, അങ്ങനത്തെ ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. സോ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലത്ത് ശരിക്കും നമുക്ക് കുറച്ചും കൂടെ ഇങ്ങനെ പോയിട്ടൊക്കെ എടുക്കാനൊക്കെ ഉള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് നല്ലായിരുന്നു. അതെ ഞാൻ പറയാൻ വന്നേ, ആ ലൊക്കേഷൻ ഞങ്ങൾ ഇതിന്റെ മുന്നേ പോയിട്ടുള്ളതുകൊണ്ട് നമുക്ക് അറിയായിരുന്നു. വിചാരിച്ച ഓൾമോസ്റ്റ് എല്ലാം കിട്ടി. ഞാൻ പറയുന്നില്ല 100% കിട്ടിയെന്നല്ല, പക്ഷെ എന്നാൽ അറ്റ്ലീസ്റ്റ് ഒരു 90% കാര്യം കിട്ടി. ആൻഡ് മെയിൻ കാര്യം എന്ന് പറയുന്നത് നാട്ടിൽ ഒരു ഫോട്ടോഗ്രാഫറെ വെച്ചിട്ട് എടുക്കുന്നതിനേക്കാളും ചീപ്പായിരുന്നു അല്ലേ. ഞാൻ ലുണ്ട് യൂണിവേഴ്സിറ്റിയുടെ പേജിൽ കണ്ടിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം അംബാസിഡർ അങ്ങനെയാണ് അത് കണക്ട് ചെയ്ത് അങ്ങനെ കിട്ടിയതാണ്. ഓൾസോ ഇതിന്റെ പിന്നിൽ ഒരു ട്രാജിക് സ്റ്റോറി ഉണ്ട്. നമ്മൾ വേറൊരു ഫോട്ടോഗ്രാഫറെ തപ്പിയിരുന്നു, കുറേ കാലം പുള്ളിക്കാരത്തെ നമുക്ക് ഇപ്പൊ വരും എന്ന് പറഞ്ഞ ഹോപ്പ് തന്നു, നടന്നില്ല. അങ്ങനെ അതാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. പക്ഷെ എന്തോ എല്ലാം നല്ലതിനായിരുന്നു. അപ്പൊ അതൊക്കെയാണ് നമ്മളെ സേവ് ദ ഡേറ്റ് സ്റ്റോറി. കുറേ ദിവസത്തിന് ശേഷം എഗെയിൻ ഹലോ എല്ലാവരും ഉണ്ട്, ഇവനും ഉണ്ട്. സോ ഇവൻ നാളെ ബറ്റ്പാൽ പോകും. അപ്പം നമ്മൾ വിചാരിച്ചു പെട്ടെന്ന് നമുക്കൊരു സേവ് ദ ഡേറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാമെന്ന്. അപ്പം ഞങ്ങൾക്ക് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആൻസിനെ ഹയർ ചെയ്തെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അപ്പം നമ്മളിപ്പം വളരെ ചെറിയൊരു 15 to 20 seconds റീൽ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പുതിയൊരു ക്യാമറ കിട്ടിയിട്ടുണ്ടല്ലോ, DJI Osmo Pocket. അപ്പോൾ അതിലെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ അട്ടൽ കാട്ടൽ അങ്ങോട്ട് പോവാണ് കേട്ടോ. കുറച്ച് ഷോർട്സ് ഒക്കെ എഴുതി വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ക്രിയേറ്റീവ് ഡയറക്ടർ. അതെ, അപ്പോൾ കുറച്ച് ഇങ്ങനത്തെ ഒരു ഷോട്ട് അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അധികം സമയം എടുക്കൂലെന്ന് വിചാരിക്കണം. പക്ഷെ ഒരുപാട് ബിഹൈൻഡ് ദ സീൻസ് കാണിക്കാനും പറ്റില്ല. ഞാൻ വിചാരിച്ചു എങ്ങാനും ഇത് വർക്ക്ഔട്ട് ആവുകയാണെങ്കിൽ പിന്നെ നമുക്ക് നമ്മൾ ഓൾറെഡി ഉള്ള സേവ് ദ ഡേറ്റ്സ് ഫോട്ടോഷൂട്ടിൻ്റെ കൂടെ ഇത് ആഡ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുക്കുന്നത്. നമ്മളിപ്പോൾ 2 ഷൂട്ടൊക്കെ ചെയ്തു, അത് ഫോട്ടോസ് ആയിരുന്നു. അപ്പം കുറച്ച് വീഡിയോയും കൂടെ വൈ നോട്ട് അല്ലേ. അതെ, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. നീ ഇതിൽ ഞെക്കി പിടിക്കുക. ഇത് നീ മെല്ലെ ഇങ്ങനെ മൂവ് ചെയ്താൽ മതിയാ. അല്ല ഞെക്കി പിടിക്കണം, ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തോ. അത് മൂവ് ആയിക്കോ. നമ്മള് ഫസ്റ്റ് കുറച്ച് ഷോർട്സ് എടുത്തു. ആൻസി സൂപ്പർ ആയിട്ട് ചെയ്തു. നമ്മള് ഇതൊക്കെയാണ് ഫുഡൊക്കെ വാങ്ങിയത്. ആൻഡ് കുറച്ച് ഫോട്ടോസ് അതിന് വേണ്ടിയിട്ട് എടുത്തു. റോഡ് ഓടുക. ബാക്ക്ഗ്രൗണ്ട് വലിയ കുറച്ചധികം വീഡിയോസൊക്കെ എടുത്തു. അത്യാവശ്യം ഞാൻ വിചാരിച്ച സ്റ്റോറി ബോർഡിലുള്ള എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാർട്സ് പാർക്കിലേക്ക് പോവാണ്. സ്റ്റോറി ബോർഡിൽ ആക്ച്വലി അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനത് റീക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. കുഴപ്പമില്ലാണ്ട് വന്നിട്ടുണ്ട്. നോക്കാം.
സോ ദിസ് വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഇത്രയും ദിവസം നമ്മൾ ഫോട്ടോസ് എടുക്കാൻ പോയെങ്കിലും വീഡിയോ അങ്ങനെ എടുത്തിട്ടില്ല. ആൻഡ് വീഡിയോ എടുക്കാനും ഞങ്ങൾ 2-3 പേര് മാത്രം, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വീഡിയോ എടുക്കുന്നു, കുറേ ക്യാൻസൽ എടുക്കുന്നു. ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ എല്ലാം കൂടെ അവസാനമായപ്പം വീഡിയോ ഫുട്ടേജസ് ഒക്കെ കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. സോ നമ്മളെ എല്ലാ സേവ് ദ ഡേറ്റ് പരിപാടികളും കഴിഞ്ഞു. ഇനി ചിലപ്പോൾ നാട്ടിലെത്തിയിട്ടൊരു സേവ് ദ ഡേറ്റ് ഉണ്ടാവും, ഉറപ്പില്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞ. അപ്പം നമ്മൾ ഈ വീഡിയോ ഏതെങ്കിലുമൊക്കെ വീഡിയോൻ്റെ ഇടയിലായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവുക. ഇപ്പം ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ലൂൺസിലേക്ക് പോവാണ്, ബസ് എടുക്കാൻ വേണ്ടിയിട്ട് റൂമിൽ പോകണം. ഇനി ഇന്നത്തെ ദിവസം മറ്റു പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ബൈ.